ശ്വാസം എടുക്കുന്നു, മുകളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ശ്വാസം വിടുന്ന മുമ്പിലേക്ക് വളയാ, തല കുനിച്ചോ. ശ്വാസം എടുക്കുമ്പോൾ വലത് കാല് പരമാവധി പുറയിലേക്ക് അമർന്ന് മുകളിലേക്ക്, മുട്ടുകാല് പുറകിലത്തെ മുട്ടുകാല് നിലത്ത് കുത്തണം, അമർന്ന് മുകളിലേക്ക് നോക്കാം. ശ്വാസം വിടുമ്പോൾ അടുത്ത കാലം പുറകിലേക്ക് വടി ചാരി വെച്ച പോലെ. മുട്ടുകാല് കുത്ത, നെഞ്ചു കുത്ത, നെറ്റി കുത്ത. ശ്വാസം എടുക്കുന്നു മുകളിലേക്ക്. അപ്പൊ കഴുത്തൊന്ന് പൊക്കി തല ഒന്നുകൂടി പൊക്കാട്ടോ, കുറച്ച് പുറകിലേക്ക് വളയാം. ശ്വാസം വിടുമ്പോ പർവ്വതാസന, ഉപ്പൂറ്റി അടുത്തേക്ക് ഇത്തിരി ബലം കൊടുക്കുക, തല കുനിക്കണം. ശ്വാസം എടുത്ത് വലത് കാല് രണ്ട് കാലിന് നടുക്കുക, അമർന്ന് മുകളിലേക്ക് നോക്കാം. ശ്വാസം വിടുമ്പോൾ അടുത്ത കാലും തല കുനിക്കണം. ശ്വാസം എടുക്കാൻ മുകളിലേക്ക്. ശ്വാസം വിടുന്നു, നമസ്കാരം. ഇടത് മുകളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. വിടുന്നു താഴേക്ക്. എടുക്കുമ്പോ ഇടത് കാല് പരമാവധി പുറയിലേക്ക് അമർന്ന് മുകളിലേക്ക് നോക്കാം. വിടുമ്പോ അടുത്ത കാലം പുറയിലേക്ക് വടി ചാരി വെച്ച പോലെ. മുട്ടുകാല്, നെഞ്ച്, നെറ്റി. ശ്വാസം എടുക്കാൻ മുകളിലേക്ക്, തല പൊങ്ങണം, കഴുത്ത് പൊങ്ങിയിട്ട് ഇത്തിരി വളയണം. ശ്വാസം വിടുമ്പോ പർവ്വതാസന. ശ്വാസം എടുക്കുമ്പോൾ ഇടത് കാല് മുമ്പിലേക്ക് ഏറ്റ് അമർന്ന് മുകളിലേക്ക് നോക്കാം. ശ്വാസം വിടുമ്പോൾ അടുത്ത കാലം കയറ്റ, തല കുനിച്ചോളൂ കേട്ടാ. ശ്വാസം എടുക്കാൻ മുകളിലേക്ക്. ശ്വാസം വിടുന്നു, നമസ്കാരം. കഴിഞ്ഞവർ കിടന്നോളൂ കേട്ടാ. ചെയ്യണം എന്നുള്ളവർക്ക് പിന്നെയും ചെയ്യാം, നമസ്കാരം ചെയ്യാം. കിടന്നോളൂ, എല്ലാവരും കിടന്നോളൂ. ചെറിയൊരു ബ്രേക്ക് എടുക്കുക. രണ്ട് കാലം ചെറിയ കത്തിലേക്ക്, രണ്ട് കൈയും തളർത്തിയിടുക. ക്ഷീണം മാറിയതിന് ശേഷം അടുത്ത ചെയ്യാം കേട്ടോ. രണ്ട് കാലം ചേർത്ത് വെക്കുന്നു. ഓരോ കാലും മാറി മാറി ഉയർത്താം. ശ്വാസം എടുക്കുമ്പോൾ ഒരു കാലം മുകളിലേക്ക്. ശ്വാസം വിടുമ്പോൾ വളരെ പതുക്കെ താഴേക്ക്. ശ്വാസം എടുക്കുമ്പോൾ അടുത്ത കാലം മുകളിലേക്ക്. ശ്വാസം വിടുമ്പോൾ വളരെ പതുക്കെ താഴേക്ക്. ശ്രദ്ധിക്കുക, തുടക്കക്കാര് വെയിറ്റ് കുറയണം എന്നുള്ളവര് എന്ത് ചെയ്യുമ്പോഴും ബ്രീത്തിങ് പോലെ മുകളിലോട്ട് താഴോട്ട് പോലെ ചെയ്യുക. തുടക്കക്കാരും വെയിറ്റ് കുറയണം എന്നുള്ളവരും. സ്ഥിരമായിട്ട് ചെയ്യുന്നവര് ആസന പോലെ ചെയ്താൽ മതി. എല്ലാ പോസ്റ്റേഴ്സും ഉയർത്തി നിൽക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുക. മുകളിലേക്ക് ഉയർത്തി നിൽക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. 15 തവണ ശ്വാസം എടുത്ത് വിടുന്നു. അതിനുശേഷം താഴേക്ക്. അടുത്ത സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. താഴേക്ക് റിലാക്സ് ചെയ്യുക കേട്ടോ. അടുത്തത് രണ്ട് കാലും പൊക്കുന്നതാണ്. അപ്പോൾ സ്ഥിരം ചെയ്യുന്നവർ മാത്രം ചെയ്യുക. ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർ ചെയ്യണ്ട കേട്ടോ, അവർ വിശ്രമിച്ചോളൂ. ശ്വാസം എടുക്കുമ്പോൾ രണ്ട് കാലം മുകളിലേക്ക്.
ശ്വാസം വിടുമ്പോൾ താഴേക്ക്. അപ്പോൾ ബ്രീത്തിങ് ആയിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം, മുകളിലേക്ക് താഴേക്ക്. സ്ഥിരം ചെയ്യുന്നവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, മുകളിലേക്ക് ഉയർത്താം, മെയിൻറ്റെയിൻ ചെയ്യാം. മെയിൻറ്റെയിൻ ചെയ്യാം. ഡിഗ്രി പകുതി മെയിൻറ്റെയിൻ ചെയ്യാം. റിലാക്സ് ചെയ്യുക. ശവാസനം. ഇനി പവനമുക്താസനം ചെയ്യാം കേട്ടോ. വലത് ഇടത്. വലത് കാലം മടക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യാം. സ്ഥിരം ചെയ്യുന്നവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ, മാറി മാറി ചെയ്യണമെന്നില്ല. ഒരു സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ അടുത്ത സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ രണ്ട് കാലം വെച്ച് മടക്കുന്നു, പിടിക്കുക, ശ്വാസം വിട്ട് വളയുന്നു, ശ്വാസം എടുക്കുമ്പോൾ നിവർത്താം, ശ്വാസം വിട്ട് വളയുന്നു, എടുക്കുമ്പോൾ നിവർത്താം. സ്ഥിരം ചെയ്യുന്നവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പർ ബോഡി വളയണം മുൻപിലേക്ക്. മുൻപിലേക്ക് പുറയിലേക്ക് ആയ. സൈഡിലേക്കും. നേരെ വരാ, വിശ്രമിച്ചോളൂ. ഇനി സ്ഥിരം ചെയ്യാറുള്ളവർ മാത്രം ചെയ്യാം കേട്ടോ, അല്ലാത്തവർ വിശ്രമിക്കുക. നൗകാസനം ചെയ്തോളൂ. തുടക്കക്കാർക്ക് ബ്രീത്തിങ് ആയിട്ട് ചെയ്യാം. നേരെ വരാ, വിശ്രമിച്ചോളൂ. ഇനി വിപരീതമേരുന്നുണ്ടാസന. അപ്പർ ബോഡി മാത്രം വളയുന്നു, മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. രണ്ട് കൈ മുട്ടുകാലിൻ്റെ അടുത്തേക്ക്. തുടക്കക്കാർക്ക് എൽബോ കുത്തിയിട്ട് പതുക്കുന്നു പൊങ്ങാൻ നോക്കാം. തുടക്കക്കാർ ഒട്ടും പൊങ്ങലിലേക്ക് മാത്രം ബ്രീത്തിങ് പോലെ പതുക്കെ സപ്പോർട്ട് കൊണ്ട് ചെയ്യുക. താഴേക്ക് വരാം. നേരെ വരാ, റിലാക്സ് ചെയ്തോളൂ. ഇനി ചക്രാസനം. രണ്ട് കാലും മുട്ടുകളിച്ച് മടക്കുക. രണ്ട് കൈയും ഷോൾഡറിന്റെ മുകളിൽ കാമഴ്ത്തി ഉറപ്പിച്ച് വെക്കുക. സ്ഥിരം ചെയ്യുന്നവർ മാത്രം കൈക്ക് ബലം കൊടുത്ത് പൊങ്ങാം കേട്ടോ.
തുടക്കക്കാർ പതുക്കെ വിശ്രമിച്ചോളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ വിശ്രമിക്കുക. റിലാക്സ് ചെയ്യുക, വിശ്രമിച്ചോളൂ. ശ്രദ്ധിക്കുക, എല്ലാവരും ബുക്കുകൾ വായിക്കണം. അപ്പോൾ ക്ലാസിക്കൽ യോഗയിൽ, ഹഠയോഗയിലൊക്കെ പറയുന്ന ആസനാസ് കുറെ ഇരുന്നിട്ടുള്ളതുണ്ട്. അത് സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ യോഗയുടെ വേറെ അധികം ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാവരും വായിക്കുക. ഏറ്റവും എളുപ്പമുള്ള ആസനാസ് മാത്രം, സിദ്ധാസന, പദ്മാസന പോലെയുള്ളത്, അത് സമയമെടുത്ത് വളരെ പതുക്കെ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. സേതുബന്ധാസന ചെയ്തോളൂ. 2 കാലും മുട്ടലച്ച് മടക്കുക. 2 കൈയും കാലിന്റെ സൈഡിൽ കമഴ്ത്തുറപ്പിച്ച് വെച്ച് മുകളിലേക്ക് ശ്വാസം എടുക്കും, മുകളിലേക്ക് ശ്വാസം വിടുമ്പോൾ താഴേക്ക്. സ്ഥിരമായിട്ട് ചെയ്യുന്നവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. തുടക്കക്കാർ ആദ്യത്തെ 2-3 മാസമൊക്കെ ബ്രീത്തിങ് ആയിട്ട് ചെയ്യാം. മസിലുകൾക്ക് ഒരു വഴക്കം വന്നും എല്ലാത്തിനും ബലം കൂടും. പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാം. മെയിൻറ്റെയിൻ ചെയ്തു. വിശ്രമിച്ചോളൂ. സൈക്കിൾ ഓട്ടിക്കോ കേട്ടോ. പതുക്കെ ആക്കുക, തിരിച്ചവിട്ടുക. പതുക്കെ ആക്കുക, റിലാക്സ് ചെയ്തോളൂ. ശവാസനം. എല്ലാ മസിൽസും എല്ലാ ജോയിൻസും തളർത്തിയിടുക. ശ്വാസം എടുക്കുമ്പോൾ ഉദരഭാഗം വയറ് മുകളിലേക്ക് ഉയരുന്നതും ശ്വാസം വിടുമ്പോൾ മുഴുവനായിട്ട് ചുട്ടുന്നത് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക്, ശ്വാസം വിടുമ്പോൾ വളരെ പതുക്കെ ശ്വാസം വിടുന്നു, മുഴുവനായിട്ട് വയറ് ചുട്ടുന്നു. 3 തവണ ആ കാരച്ചാൻ ദീർഘശ്വാസം എടുക്കുക. മൂന്ന് തവണ ഊക്കാര. മൂന്ന് തവണ മാകാര വായടച്ചു പിടിച്ച്
ഭ്രമരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നാക്ക് മുകളിലേക്ക് വളച്ച് പിടിച്ചിട്ട് വായടച്ച് ഓംകാരം ചെയ്തില്ല അല്ലെ. 3 തവണ ഓംകാര ചാന്റ് ചെയ്യാം. ഭ്രമരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നാക്ക് മുകളിലേക്ക് വളച്ച് വായടച്ച് പിടിച്ച് ദീർഘശ്വാസം എടുക്കുന്നു. ശ്വാസം വിടുമ്പോൾ മാകാര തന്നെ വായടച്ച് ശക്തിയായിട്ട് വിടുന്നു 3 തവണ. രണ്ട് കാലും പതുക്കെ അനക്കുക. 2 കൈ മസാജ് ചെയ്ത് മൂത്ത് മസാജ് ചെയ്ത് കണ്ണു തുറന്ന്